ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآتوا النساء صدقاتهن نحلة وإن طبن لكم عن شيء منه نفسا فكلوه هنيئا مريئا. صدق الله العلي العظيم. ആദരണീയനായ ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷൻ ഉസ്താദ് ഇബ്രാഹിം മുസ്ലിയാർ, ആദരണീയരായ ഇവിടെ വിഷയാവതരണം നടത്തുന്ന ഉസ്താദ് ഹംസ ഫൈദി അൽ-ഹൈതമി, ബഹുമാനമുള്ള ജാമിയ ദാറുസ്സലാമിൻ്റെയും സ്ഥാപനങ്ങളുടെയും ഉസ്താദുമാർ, പ്രിയമുള്ള പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ദീനീ സ്നേഹികൾ, അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ കർമ്മശാസ്ത്രപരമായ ചർച്ചകൾ, വളരെ ശ്രദ്ധേയമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഇവിടെ അവതരിപ്പിക്കുന്ന ഈ സദസ്സ് അല്ലാഹു നമ്മിൽ കബൂൽ ചെയ്യട്ടെ. ജാമിയ ദാറുസ്സലാം അതിൻ്റെ ഓരോ സമ്മേളനങ്ങളിലും വ്യത്യസ്തമായ ശ്രദ്ധേയമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യാറുള്ളത്. വളരെ ശ്രദ്ധേയമായൊരു വിഷയം ഇൻഷാ അല്ലാഹ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹംസ ഫൈദി ചർച്ച ചെയ്യാനിരിക്കുകയാണ്. ഇതിനു മുമ്പ് കൃത്യം കൂടുതൽ സമയമെടുക്കാതെ എൻ്റെ വിഷയ ചർച്ച ഞാൻ അവസാനിപ്പിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. രാത്രി 7-8 മണിയാകുമ്പോഴേക്കും കൊടുങ്ങല്ലൂരിൽ ഒരു പരിപാടിയുമായി സംവദിക്കേണ്ടതുണ്ട്. ദാറുസ്സലാമിലെ വിദ്യാർത്ഥി എന്ന പൂർവ്വ വിദ്യാർത്ഥി എന്ന രൂപത്തിൽ ക്ഷണിക്കപ്പെടുമ്പോൾ ഈ പരിപാടിയിൽ സംഗമിക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മഹത്തായിരിക്കുന്ന സബ്ജക്റ്റ് ചർച്ച ചെയ്യാൻ ഇവിടെ വന്നത്. ഫസ്ഖ്, ഖുൽഉ എന്നീ 2 വിഷയങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ സ്ത്രീക്കുള്ള അവകാശം എന്ന് തന്നെ പറയാം. ഫസ്ഖിനെ കുറിച്ചും ഖുൽഇനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പുരുഷന് വിവാഹമോചനം നടത്താനുള്ള സന്നിഗ്ധ ഘട്ടങ്ങളിൽ അങ്ങനെ വേണ്ടി വന്നാൽ ചെയ്യാനുള്ള അധികാരങ്ങളുണ്ടെങ്കിലും മറ്റു മതത്തെ പോലെയല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം സ്ത്രീകൾക്കും അതിന് അവകാശം വാങ്ങിക്കൊടുക്കുകയാണ്. പ്രതിഫലം നൽകി വിവാഹമോചനം നടത്തുക എന്നാണ് ഖുൽഉ എന്ന പദത്തിന് അർത്ഥം നൽകുന്നത്. മഹാനായ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നു. എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, സാബിത്ത് ഇബ്നു ഖൈസ് എന്ന് പറയുന്ന മനുഷ്യൻ മാ അഅ്തുബു അലൈഹി ഫീ ഖുലുഖിൻ വലാ ദീനിൻ, സ്വഭാവത്തിലോ ദീനീ കാര്യങ്ങളോ അയാളെ ഞാൻ ആക്ഷേപിക്കുന്നില്ല. പക്ഷെ വലാകിനി ഉക്രിഹുൽ കുഫ്ര ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ കുഫ്റാനുൻ നിഅമത്ത്, ഒരു ഭാര്യയോട് ഭർത്താവ് ചെയ്യേണ്ട കടമകൾ നിർവഹിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ അയാളിൽ നിന്ന് വന്നു പോകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, എനിക്ക് അയാളോട് തീരെ മഹബത്തില്ല. പലപ്പോഴും ഞങ്ങളെ ഇടപെടലുകളിൽ വെറുപ്പുകൾ സമ്പാദിക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ പിണക്ക സംബന്ധമായത്, കടമകൾ നിർവഹിക്കാൻ പറ്റാത്ത പലതും വന്നു പോകുമെന്ന് ഞാൻ പേടിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ഒത്തുപോവാൻ സാധ്യതയില്ല എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സാബിത്ത് ഇബ്നു ഖൈസ് എന്ന് പറയുന്ന സഹാബിയുടെ ഭാര്യ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞു, തുറദ്ദീന അലൈഹി ഹദീഖതഹു, ആ സഹാബിയോട് പറഞ്ഞു, നീ ആ പെണ്ണിന് നൽകിയത് ആ തുറദ്ദീന അലൈഹി ഹദീഖതഹു, ആ പെണ്ണിനോട് ആ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞു, നിനക്ക്
മഹറായി ഒരു തോട്ടം, നല്ല പഴങ്ങൾ കായ്ക്കുന്ന ഒരു തോട്ടം നൽകിയിട്ടുണ്ട്. ആ തോട്ടം നീ തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവോ? കാലത്തിനാ. അവൾ പറഞ്ഞു, അതേ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാബിത്ത് ഇബ്നു ഖൈസ് എന്ന് പറയുന്ന ആ പെണ്ണിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഖബലിൽ ഹദീക, ആ തോട്ടം നീ സ്വീകരിക്കണം, വതല്ലിഖ്ഹ, അവളെ നീ തലാഖ് ചൊല്ലി മൊഴിച്ചൊല്ലി വിടണമെന്ന്. റവാഹുൽ ബുഖാരി. ഖാല റസൂലുള്ളാഹി. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഖുൽഇന് മാനദണ്ഡമായി, അസ്ലായി, അടിസ്ഥാനപരമായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ബഹുമാനപ്പെട്ട പരിശുദ്ധ ദീനുൽ ഇസ്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലാഖിനെ പ്രോത്സാഹിപ്പിക്കാത്തതുപോലെ തന്നെ ഖുൽഇനെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അൽ മുന്തസഅതു വൽ മുഖ്തലഅതു ഹുന്ന അൽ മുനാഫിഖാത്ത്. ഭർത്താവിനോട് പിണങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങൾ, മാത്രമല്ല ഭർത്താവിൽ നിന്ന് ഖുൽഅ് ആവശ്യപ്പെടുന്ന പെണ്ണുങ്ങൾ, ഒരാവശ്യവും കൂടാതെ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഭർത്താവിൽ നിന്ന് ഖുൽഅ് ആവശ്യപ്പെടുന്ന പെണ്ണുങ്ങൾ ഹുന്നൽ മുനാഫിഖാത്ത്, അവർ കപടകളായ സ്ത്രീകളാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽഅ് അതുകൊണ്ട് തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ലെങ്കിലും ഭാര്യയും ഭർത്താവും ഒരിക്കലും ഒത്തുപോവില്ല. ഈ ഭാര്യയ്ക്കാണെങ്കിലോ ഭർത്താവിൽ നിന്ന് പിരിഞ്ഞു പോവുകയും വേണം എന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകമായ ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഖുൽഅ് അനുവദിക്കുകയാണ്. എന്താണ് ഖുൽഅ് എന്ന് പറഞ്ഞാൽ? ഫുർഖത്തും ബിഇവളിൻ മഖ്സൂദിൻ മിൻ സൗജത്തിൻ ഔ ഗൈരിഹാ റാജിഇൻ ലിസൗജിൻ ബിലഫ്ളി തലാഖിൻ ഔ ഖുൽഇൻ ഔ മുഫാദാത്തി. മഹാനായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരായി തഅരീഫ് പറഞ്ഞത് ശറഇൽ അങ്ങനെയാണ്. ഭാര്യയുടെയോ അല്ലാത്തവരുടെയോ പക്കൽ നിന്ന് ഭർത്താവിന് ലഭിക്കുന്ന മൂല്യവത്തായ പ്രതിഫലത്തിന് പകരം തലാഖ് അല്ലെങ്കിൽ ഖുൽഅ് അല്ലെങ്കിൽ മുഫാദാത്ത് എന്ന് പറഞ്ഞാൽ മോചന ദ്രവ്യം വാങ്ങി ഒഴിവാക്കുക എന്നിങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിച്ച് വിവാഹബന്ധം വേർപെടുത്തുന്നതിനാണ് ശറഇൽ ഖുൽഅ് എന്ന് പറയുന്നത്. ഈ ഭാര്യ ഭർത്താവിന് വേണ്ടി പണം നൽകുക, എന്ത് വസ്തു നൽകലും വേണ്ടില്ല, മൂല്യവത്തായ ഒരു വസ്തു നൽകിയാൽ മതി. അങ്ങനെ ഭർത്താവിൽ നിന്ന് പിരിയുമ്പോ പ്രത്യേകമായി അവർ തമ്മിൽ പിരിയാൻ വെറുതെ അങ്ങനെ പറ്റൂല, അതിന് പ്രത്യേകമായ ഷർത്തുണ്ട്. യഥാർത്ഥത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് ഖുൽഅ് കറാഹത്താണ് എന്നാണ്. പക്ഷെ ചില സാഹചര്യങ്ങൾ ഖുൽഅ് സുന്നത്തായിപ്പെടും. തലാഖ് സുന്നത്താകുന്നത് പോലെ തന്നെ ഭർത്താവിനോടുകൂടെ രമ്യമായി വളരെ തൃപ്തികരമായി അവർക്ക് ജീവിതം നയിക്കാൻ കഴിയാത്ത, ഭർത്താവിനോട് മഹബത്തില്ലാത്ത, താല്പര്യമില്ലാത്ത, എപ്പോഴും വിഘാതം സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള ഒരു ജീവിത കാര്യമാണെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ പിരിയലാണ് നല്ലത് എന്നതുകൊണ്ടാണ് മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് എന്ന് പറയുന്ന സഹാബിന്റെ ഹദീസ് നമുക്ക് ഇവിടെ ഉപോത്പലമായി വരുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹുക്കൂക്കുകൾ ശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, അള്ളാഹുവിന്റെ ഹക്കുകൾ നിങ്ങൾ പരസ്പരം നിറവേറ്റാൻ കഴിയുന്നില്ല എന്നെങ്കിൽ നിങ്ങൾക്ക് പിരിയാമെന്നാണ്. ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞു, നിക്കാഹ് സംബന്ധമായ വൈവാഹിക ജീവിതത്തിൽ ചെയ്യേണ്ട കടമകൾ പരസ്പരം നിർവഹിക്കാൻ കഴിയില്ല എന്ന സാഹചര്യത്തിൽ ഖുൽഅ് അനിവാര്യമാണെങ്കിൽ അവരെ ചെയ്യാവുന്നതാണ്. മറ്റൊന്ന് ഭക്ഷണം കഴിക്കൽ പോലെ, വെള്ളം കുടിക്കൽ പോലെ, അല്ലെങ്കിൽ ഖളാഉൽ ഹാജത്ത് മലമൂത്ര വിസർജനം നടത്തൽ പോലെ അനിവാര്യമായൊരു മനുഷ്യന് ചെയ്യൽ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത കാര്യങ്ങളുമായി യഥാർത്ഥത്തിൽ തന്റെ ഭാര്യയുടെ തലാഖിനെ ഒരാൾ 3 തലാഖും അതോടുകൂടെ ചെയ്തു എന്ന് സത്യം ചെയ്ത് പറഞ്ഞാൽ, ഞാൻ മലമൂത്ര വിസർജനം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്റെ ഭാര്യയുടെ 3 തലാഖ് ചെല്ലാൻ ഞാൻ സത്യം ചെയ്തു, അവളെ പിരിക്കാൻ സത്യം ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഒരു സന്നിഗ്ധമായ ഘട്ടമാണ്. ഒരിക്കലും ആ സത്യത്തിൽ നിന്ന് പിന്മാറേണ്ടി വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് പിന്മാറാനുള്ള മാർഗമായി അവിടെ ചില സാഹചര്യങ്ങൾ ഖുൽഅ് നടത്താം എന്ന് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഖുൽഅ് എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവിനെ നൽകി
പണം നൽകിക്കൊണ്ട് പിരിക്കുന്ന പിരിവാണെങ്കിൽ തന്നെ ഒരിക്കലും അതിന് തലാഖിന്റെ ഇനത്തിൽ തന്നെയാണ് പെടുന്നത് എന്നാണ് കർമ്മശാസ്ത്രജ്ഞന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. തലാഖിന്റെ ഇനത്തിൽ തന്നെയാണ് പെടുന്നത്. പക്ഷേ തലാഖിന്റെ ഇനത്തിലാണെങ്കിലും ഒരിക്കലും ആ ഭാര്യയും ഭർത്താവും പരസ്പരം ഇനി ഒന്നിക്കാൻ പറ്റില്ല. കാരണം മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു, ഭാര്യ ഭർത്താവിനെ പണം നൽകിക്കൊണ്ട് പിരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും മടക്കിയെടുക്കാൻ കഴിയില്ല. അവർ ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല. അവർ പരസ്പരം പിരിയുകയാണ്. യഥാർത്ഥത്തിൽ തലാഖ് ഇനത്തിൽപ്പെട്ടതാണെങ്കിലും ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്തതാണ്. കാരണം അവളുടെ ഗുഹ്യ ഭാഗം അവൾക്ക് സ്വയം ഉടമയാക്കി എടുക്കാൻ വേണ്ടി ഭർത്താവിന് പണം കൊടുത്തുകൊണ്ട് അവൾ പിരിച്ചതാണല്ലോ. ഇനി ഒരു നിലക്കും ഇനി അവളെ തിരിച്ചെടുക്കുക എന്നുള്ളൊരു മാനദണ്ഡമില്ല എന്ന് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ അവിടെ ഷർത്താക്കി. എന്താ ഷർത്താക്കിയത്? യഥാർത്ഥത്തിൽ ഞാൻ നിന്നെ തിരിച്ചെടുക്കും, യഥാർത്ഥത്തിൽ നിങ്ങൾ എന്നെ തിരിച്ചെടുക്കണം എന്ന രൂപത്തിലോടുകൂടെ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നീ എനിക്ക് ഇന്നതൊക്കെ കാശ് തരാണെങ്കിൽ ഞാൻ നിന്നെ തലാക്ക് ചൊല്ലി പിരിക്കാം, പക്ഷെ തിരിച്ചെടുക്കുമെന്ന ഉപാധിയോടുകൂടെയാണെങ്കിൽ, അങ്ങനെ ഷർത്താക്കി കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത് അവിടെ തിരിച്ചെടുക്കാം, പക്ഷെ പണം നൽകേണ്ടതില്ല എന്നുള്ളതാണ്. പണം നൽകേണ്ടതില്ല, അത് റജ്ഇയാണ്. കാരണം ഖാലഅതുകി ഔ തല്ലഖതുകി ബിദീനാരിൻ അലാ അന്ന ലീ അലൈക റജ്അ. മടക്കിയെടുക്കുക എന്ന ബാധ്യത എന്റെ മേൽ ഉണ്ടായിരിക്കെ ഇന്നാലിന്ന പണത്തിന് പകരം ഞാൻ നീയുമായിട്ട് ഖുൽഉ നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ റജ്ഇയായ തലാഖാണ് പെടുക. അവിടെ പണം നൽകേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഖുൽഉ നടത്തുമ്പോ കബൂല് എന്ന് പറയുന്നത് നിർബന്ധമാണ്. ഈ ഈജാബ് കഴിഞ്ഞ ഉടനെ തന്നെ കബൂല്, കൂടുതൽ മറ്റു അന്യ സംസാരങ്ങളോ ദീർഘമായ സമയങ്ങളോ വന്നുകൊണ്ടുള്ള ഫസ്ൽ ഉണ്ടാവാൻ പാടില്ല. ഉടൻ തന്നെ കബൂൽ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് ഖുൽആയി മാറുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം, ഒരു പെണ്ണ് പറഞ്ഞു, ഒരു ഭർത്താവ് പറഞ്ഞു, അന്തി ത്വാലികുൻ വഅലൈകി ഔ ലീ അലൈകി കദാ, നീ ത്വാലിക്കാണ്. ഇയാൾ ആദ്യം പറഞ്ഞത് നിന്നെ ഞാൻ ത്വലാക്ക് ചൊല്ലി പിരിച്ചു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ പറഞ്ഞത് ഞാൻ എനിക്ക് ഇന്നാലിന്നതൊക്കെ തരാം. ഇത് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നു, ഈ പെണ്ണ് നേരത്തെ നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പണം തരാം, അതുകൊണ്ട് ആ പൈസക്ക് പകരം നിങ്ങൾ എന്നെ ഒഴിവാക്കി തിരിച്ചാളി, എന്റെ തലാക്ക് ഒന്ന് പിരിച്ചു തരുമോ എന്ന് ഭാര്യ നേരത്തെ ആവശ്യപ്പെടാതെ ഒരാൾ വന്നുകൊണ്ട്, ഈ ഭർത്താവ് വന്നുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, അന്തി ത്വാലികുൻ, നീ ത്വാലിക്കാണ്, നിനക്ക് എന്നാലതൊക്കെ ഞാൻ തരാം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിനെ കുറിച്ച് ഖുൽഉ എന്ന് പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ തലാഖായി സംഭവിക്കും, തലാഖായി അവിടെ സംഭവിക്കും. പിന്നീട് അതിന്റെ പേരിൽ അവൾക്ക് കൊടുക്കൽ നിർബന്ധമായി ഒന്നുമില്ല എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ഭാര്യ, ഒരു ഭർത്താവ് പറഞ്ഞു, അന്തി ത്വാലികുൻ അലാ അന്നലി അലൈകി കദാ, ഇന്നതൊക്കെ ഞാൻ നിനക്ക് നൽകാം എന്ന ബാധ്യത വെച്ചുകൊണ്ട് നീ ത്വാലിക്കാണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു, അവൾ കബൂൽ ചെയ്യുകയും ചെയ്താൽ യഥാർത്ഥത്തിൽ അവിടെ സമ്പത്ത് കൊടുക്കൽ, മുതൽ കൊടുക്കൽ നിർബന്ധമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം, എങ്ങനെയെങ്കിലും ഈ പെണ്ണ് വല്ല പണവും തന്നിട്ടൊന്ന് പിരിഞ്ഞെങ്കിൽ എന്ന് വിചാരിച്ചാട്ട് അവൾക്ക് യഥാർത്ഥത്തിൽ ഒന്നും ചെലവൊന്നും കൊടുക്കുന്നില്ല, അവളെ നോക്കുന്നില്ല, പരിചരിക്കുന്നില്ല, ഭാര്യയ്ക്ക് ചെയ്യേണ്ട കടമകളൊന്നും നിർവഹിക്കാതെ ഇങ്ങനെ ഇടങ്ങേറാക്കുകയാണ് ഒരു ഭർത്താവ് ഒരു ഭാര്യയെ. എന്തിനാണ് ഇത് ചെയ്യുന്നത്? വല്ലെങ്കിലും തന്നിട്ട് അവളാണ് പിരിഞ്ഞു പോവുകയാണെങ്കിൽ ഇങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ഭർത്താവ് അവളെ നിർബന്ധമാക്കുമ്പോ എന്തെങ്കിലും പണം നൽകിക്കൊണ്ട് അവിടെ പിരിയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു, ഒരിക്കലും അവിടെ ഹുൽ എന്ന് പറയില്ല, അവിടെ ഹുൽ ബാത്തിലാണ്. കാരണം ഈ ഭർത്താവ് ഭാര്യയെ നിർബന്ധിപ്പിച്ചു, ഇക്റാഹ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഭാര്യയെ അങ്ങനെ ഇക്റാഹ് ചെയ്യുക എന്ന ലക്ഷ്യമില്ലാതെ
ഒരു ഭർത്താവ് ഇങ്ങനെ അവളെ ഇടങ്ങാറേക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പണം കൊടുത്തുകൊണ്ട് മോചനം നടത്തിയാൽ അവിടെ ഖുൽആയി ബായിനായിട്ട് സംഭവിക്കുമെന്ന് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, സ്ത്രീക്ക് ഒരു ഘട്ടത്തിൽ ഭർത്താവുമായിട്ട് പിരിയേണ്ടി വന്നാൽ, തന്റെ ഭർത്താവിൽ നിന്ന് ഒരിക്കലും തനിക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ലഭിക്കാതെ വന്നാൽ പിരിയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഖുൽ എന്ന് പറയുന്നത്. പണം നൽകിക്കൊണ്ട്, പ്രതിഫലം നൽകിക്കൊണ്ട് വിവാഹ മോചനം നടത്തുക എന്നുള്ളതാണ്. അതിനോട് ബന്ധമുള്ളത് തന്നെയാണ് ഫസ്ഖുൻ നിക്കാഹ് എന്ന് പറയുന്നത്. ഫസ്ഖുൻ നിക്കാഹ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഓർമ്മപ്പെടുത്തുന്നത് ഒരു പെണ്ണിന്റെ ബുദ്ധിമുട്ടിനെ നീക്കം ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ചെലവ് ലഭിക്കാതെ, അല്ലെങ്കിൽ വസ്ത്രം ലഭിക്കാതെ, അല്ലെങ്കിൽ അവൾക്ക് പറഞ്ഞ മഹർ തന്നെ ഭർത്താവ് നൽകാതെ ഒരു ഭാര്യയെ ഒരു ഭർത്താവ് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുമ്പോ യഥാർത്ഥത്തിൽ ഒരു ഭാര്യയ്ക്ക് പിരിയണമെന്നുണ്ട്. ആ ഭാര്യയുടെ ലററിനെ ദഫ്ഇ ചെയ്യാൻ, തടുക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഫസ്ഖ് ശറഅാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ യഥാർത്ഥത്തിൽ ഒരു സഹാബി ബെറ്റിന്റെ സംഭവമായിട്ട് വന്നുകയുണ്ടായി. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെക്കുറിച്ച് പരിശോധിച്ചു. യഥാർത്ഥത്തിൽ അയാൾക്ക് ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാൻ കഴിയില്ല, ഭാര്യയ്ക്ക് അയാൾ വസ്ത്രം നൽകുന്നില്ല, ഭാര്യയ്ക്ക് വേണ്ട ഒരു സേവനവും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ പെണ്ണാണെങ്കിലോ വളരെ പ്രയാസത്തിലാണ്, ആ പെണ്ണിനൊന്നും ലഭിക്കാനില്ല എന്ന് കണ്ടപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിനോട് താനുമായിട്ടുള്ള ബന്ധം ഞാൻ ഫസ്ഖ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങനെ രണ്ടുപേരുടെ മേൽ വിട്ടുപിരിയാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ അധികാരം നൽകുകയും ചെയ്യുകയാണ്. ഇമാം ബൈഹഖിയും ബഹുമാനപ്പെട്ട ഇമാം ദാറഖുത്നിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇത് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന ഫസ്ഖ് സംഭവം ഇങ്ങനെയാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായിരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഈ ഫസ്ഖ് കൊണ്ട് വിധിച്ചിട്ടുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു അതിനെ കൃത്യമായി ഹദീസിനെ മാനദണ്ഡമാക്കി തെളിവുദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിൽ ഫസ്ഖ് നടത്താം എന്ന് കൃത്യമായി സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മുക്കല്ലഫത്തായ ഭാര്യക്ക് ഭർത്താവിൽ നിന്ന് ഫസ്ഖ് സ്വീകരിക്കാൻ, തന്റെ ഭർത്താവിൽ നിന്ന് നിക്കാഹിനെ ഫസ്ഖ് ചെയ്യാൻ കഴിയും. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, ഭർത്താവ് സാമ്പത്തികമായി ഞെരുക്കക്കാരനാവണം. ഇവൾക്ക് ചെലവ് ലഭിക്കേണ്ട വകസബൻ ലായികൻ ബിഹി ഹലാലൻ, ഹലാലായ, ഹറാമല്ല, ഹലാലായ ഈ ഭാര്യയ്ക്ക് ലഭിക്കേണ്ട പണം, ഇവൾക്ക് നൽകേണ്ട സാമ്പത്തികമായ ചെലവുകൾ, ഏറ്റവും ചുരുങ്ങിയ ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു മുദ്ദാണ്, ഏറ്റവും ചുരുങ്ങിയ ചെലവ്. ആ ചുരുങ്ങിയ ചെലവെങ്കിലും തന്റെ ഭർത്താവിന് നൽകാൻ കഴിയാത്ത വിധത്തിൽ ആ ഭർത്താവ് ഞെരുക്കക്കാരനും പ്രയാസക്കാരനുമായി, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഇനത്തിൽപ്പെട്ടതായ വസ്ത്രങ്ങൾ, ഇപ്പോ മേൽക്കുപ്പായം, ഒരു മാക്സിയോ അല്ലെങ്കിൽ പർദേ, അങ്ങനെ കമീസ്, അതുപോലെ തന്നെ അവൾക്ക് ഒരു മുഖമക്കന, അതുപോലെ തന്നെ ശൈത്യകാലത്ത് അവൾക്ക് ഇടാനുള്ള ജുബ്ബ, ഇത് ഒക്കെ അവൾ ഒരു പെണ്ണിന് നിർബന്ധമായും അവൾക്ക് കൊടുക്കൽ നിർബന്ധമാണ്. ഇതിന് ഈ ഭർത്താവിന് കഴിയുന്നില്ല. അല്ലാതെ അടിവസ്ത്രങ്ങളായ മറ്റു വസ്ത്രങ്ങൾ ധരിക്കാൻ അവൾക്ക് ലഭിക്കില്ല, ചെരുപ്പ് കിട്ടണില്ല, അല്ലെങ്കിൽ വിരിപ്പ് തരുന്നില്ല, അല്ലെങ്കിൽ തലയണ നൽകുന്നില്ല, ഇങ്ങനെ നിസ്സാര വിഷയങ്ങൾ. അതുപോലെ തന്നെ കൂട്ടാനുകളായി ഒന്നും, ഭക്ഷണം മാത്രമേ തരണുള്ളൂ, അതിക്കുള്ള കൂട്ടാനുകളൊന്നും ലഭിക്കണില്ല എന്നതുകൊണ്ട് ഒരു ഭാര്യക്ക് ഭർത്താവിനെ ഫസ്ഖ് ചെയ്യാൻ ഒരിക്കലും അധികാരം നൽകുന്നില്ല. കാരണം കൂട്ടാനില്ലാതെ ഒരിക്കലും ഒരാൾ ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയില്ലല്ലോ, അത് മാനദണ്ഡമല്ല. പക്ഷെ ഭക്ഷണം നൽകണമെന്നാണ്. ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ള ഭക്ഷണം, ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ള വസ്ത്രവും, ഇതൊന്നും നൽകാൻ ഒരു ഭാര്യക്ക് നൽകാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഏറ്റവും അവൾക്ക് യോജിച്ചതൊന്നുമല്ല ഒരു വീട്, ഏതെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കുക, അങ്ങനെ ഒരു മസ്കര് നൽകുന്നില്ല. അല്ലെങ്കിൽ അവൾക്ക് മഹർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഭർത്താവ് യഥാർത്ഥത്തിൽ അവൾക്ക് മഹർ നൽകിയിട്ടില്ല. ഇങ്ങനെയുള്ള പ്രയാസമായ ഘട്ടങ്ങളിൽ യഥാർത്ഥത്തിൽ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവുമായിട്ടുള്ള ബന്ധത്തെ ഫസ്ഖ് ചെയ്യാൻ കഴിയുമെന്ന് മഹാനായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മഹർ നൽകാതെ വരുമ്പോ വത്ഇന് മുമ്പായിരിക്കണമെന്നാണ്. സ്വമേധയാ
തൃപ്തിപ്പെട്ടുകൊണ്ട് ഭാര്യയും ഭർത്താവും പരസ്പര ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷം എനിക്ക് ഭർത്താവിന്റെ മഹർ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്ഖ് ചെയ്യാൻ പാടില്ല. താഇയത്തായിട്ട് വത്ത് ചെയ്യുന്നതിന്റെ മുമ്പായിരിക്കണമെന്നാണ്. പക്ഷേ നിർബന്ധിച്ച് ഇവിടെ വത്ത് ചെയ്യിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഈ ഭാര്യയെ ഭർത്താവ് നിർബന്ധിപ്പിച്ചുകൊണ്ട് ഇക്റാഹ് ചെയ്തുകൊണ്ട് വത്ത് ചെയ്യിപ്പിച്ചാൽ അവിടെ ഫസ്ഖ് നഷ്ടപ്പെടുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്, തന്റെ ഭർത്താവ് ഇങ്ങനെയുള്ള ഞെരുക്കക്കാരനാണ്, പ്രയാസപ്പെട്ടവനാണ്, തന്നെ നോക്കുന്നില്ല, തനിക്ക് വേണ്ട കടമകളൊന്നും നിർവഹിക്കുന്നില്ല എന്നൊരു പെണ്ണ് പറഞ്ഞതുകൊണ്ട് ഫസ്ഖ് ചെയ്യാൻ കഴിയില്ല. അത് സ്ഥിരമായി കാദിന്റെ അടുക്കൽ സ്ഥിരപ്പെടേണ്ടതുണ്ട്. ഇവൾ ഞെരുക്കക്കാരനാണ്, കാദിന്റെ അടുക്കലോ അത് സ്ഥിരപ്പെടേണ്ടതുണ്ട്. കാദ് ഇല്ലെങ്കിൽ ഹാക്കിമ്, അവിടെ ന്യായാധിപന്റെ മുമ്പിൽ, കോടതിയുടെ അടുക്കൽ ഒക്കെ സ്ഥിരപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ സ്ഥിരപ്പെടുന്ന സമയത്ത് മാത്രമേ ഫസ്ഖ് ചെയ്യാൻ പറ്റുള്ളൂ. കാദിയുടെ അടുക്കലോ മുഹക്കിമിന്റെ അടുക്കലോ യഥാർത്ഥത്തിൽ ഈ കേസ് ഉയർത്തണമെന്നാണ്. ഇങ്ങനെ ഞാനും ഈ ഭർത്താവും തമ്മിൽ ഒരിക്കലും ഒത്തുപോവില്ല, കാരണം അയാൾ ഒരിക്കലും എനിക്ക് വേണ്ട രൂപത്തിൽ ഒന്നും ചെയ്തില്ല, എനിക്ക് ബാധ്യതയുള്ള ഒന്നും ചെയ്തിട്ടില്ല എന്ന് കാദിയുടെ സ്ഥിരപ്പെടലോടുകൂടെ പ്രത്യേകമായ ചില ഷർത്തുകൾ, 4 ഷർത്തുകളാണ് ഫസ്ഖിനെ ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് മുലാസമതുൽ മസ്കന അല്ലദി ഗാബ അൻഹാ വഹിയ ഫീഹി. യഥാർത്ഥത്തിൽ ഈ ഭർത്താവ് സ്ഥലത്തില്ല. പലപ്പോഴും അങ്ങനെ ഫസ്ഖ് ചെയ്യാറുണ്ട്. ഭർത്താവ് സ്ഥലത്തില്ല, ഒരുപാട് കാലമായി ഭർത്താവിനെ കാണാതിരുന്നിട്ട്, ഭർത്താവിനെ കുറിച്ച് ഒരു അഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ ഭർത്താവിന്റെ ധനം ഇവിടെ ഉണ്ടെങ്കിൽ ആ ധനം എടുത്തുകൊണ്ട് ആ ഭാര്യയ്ക്ക് ചെലവഴിക്കാം. പക്ഷേ ഭർത്താവിന് ഇവിടെ നാട്ടിൽ ധനവുമില്ല, ഇവർക്കാണെങ്കിലോ ജീവിക്കാൻ മാർഗങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഇയാളാണെങ്കിലോ മറഞ്ഞു പോയിട്ടുണ്ട്. ഇയാളെ സമീപിച്ചുകൊണ്ടെങ്കിലും വാങ്ങിക്കൊടുക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല, ഒരു നിലക്കും ലഭിക്കില്ല എന്ന സാഹചര്യം വന്നാൽ ഈ ഭർത്താവ് മറഞ്ഞു പോകുന്ന സമയത്ത് അവൾ ഏത് വീട്ടിലായിരുന്നോ താമസിച്ചിരുന്നത് ആ വീട്ടിൽ തന്നെ ആയിരിക്കണം അവൾ, എങ്കിലേ അവൾക്ക് ഫസ്ഖ് ചെയ്യാൻ പാടുള്ളൂ. അതോടുകൂടെ തന്നെ എപ്പം ഭർത്താവ് പോയിട്ടുണ്ടാവുക, ഭാര്യ എന്തൊക്കെയോ അവൾ ആവശ്യമില്ലാത്തൊക്കെ ചെയ്തപ്പോ അവര് പരസ്പരം പിണക്കത്തിലായി. ഈ പിണക്കത്തിലാണ് മറിഞ്ഞിട്ടുണ്ടാകുക. ഈ പിണക്കത്തിലായ നിലക്ക് ഭാര്യയും ഭർത്താവും പരസ്പരം പിരിഞ്ഞു നിൽക്കുമ്പോ ഒരിക്കലും അവർക്ക് ഫസ്ഖ് ചെയ്യാനുള്ള അധികാരമില്ല. 3 മാത്രമല്ല ഭർത്താവ് പിരിയുന്ന സമയത്ത് ഈ വീട്ടിൽ തന്നെയാണ് ഞാൻ താമസിച്ചിരുന്നെന്ന് അവൾ സത്യം ചെയ്യണം. അതോടുകൂടെ തന്നെ ഞാനും ഭർത്താവും തമ്മിൽ ഒരു പിണക്കവും ഉണ്ടായിട്ടില്ലെന്ന് അവൾ സത്യം ചെയ്യണം. അതോടുകൂടെ തന്നെ ഈ നാട്ടിലാൾ പിരിഞ്ഞു പോകുമ്പോ എന്റെ ചെലവിന് ആവശ്യമായതൊന്നും ഇവിടെ ഇട്ടേച്ചിട്ടില്ല. അതോടുകൂടെ തന്നെ ഇവൾക്ക് നാട്ടിൽ ഹാജറായ ആൾക്ക് സമ്പത്തുകളൊന്നുമില്ല എന്ന് കാദിയുടെ മുമ്പിൽ അവൾ സത്യം ചെയ്ത് പറയണം, എങ്കിലേ ഫസ്ഖ് ചെയ്യാൻ അധികാരമുള്ളൂ. 4 ചെലവ് നൽകാൻ ഭർത്താവിന് കഴിയില്ല എന്നതുകൊണ്ട്, അയാൾ ഞെരുക്കക്കാരനാണെന്നുകൊണ്ട് യഥാർത്ഥത്തിൽ അവൾ സ്ഥിരപ്പെടുത്താൻ കഴിയണം. ഇങ്ങനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഈ 4 ഷർത്തുകളും മാനദണ്ഡങ്ങളും വെച്ചുകൊണ്ട് എല്ലാം ഒത്തുകൂടിയാൽ കാദിന്റെ അടുക്കൽ പോയിട്ട് അല്ലെങ്കിൽ ഹാക്കിമിന്റെ അടുക്കൽ പോയിട്ട് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കണം. കാര്യങ്ങൾ കൃത്യമായി ആ ഷർത്തുകൾ ഒത്തുകൂടി കഴിഞ്ഞാൽ കാദി യഥാർത്ഥത്തിൽ സാവകാശം ചെയ്തു കൊടുക്കണം. ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് യഥാർത്ഥത്തിൽ ഷാഫി മദ്ഹബില് ഓർമ്മപ്പെടുത്തുന്നത് 3 ദിവസം സാവകാശം ചെയ്തു കൊടുക്കണമെന്നാണ്. 3 ദിവസം സാവകാശം ചെയ്തു കൊടുക്കണം. ഈ ഭർത്താവ് ഏതെങ്കിലും രൂപത്തിൽ ഇവളുടെ അധികാരം, ഇവരുടെ ചെലവുകൾ മറ്റും നടത്താൻ തയ്യാറാണെന്ന രൂപത്തിൽ ഇയാളെ മടങ്ങി വരുന്നുണ്ടോ ഇല്ലേ? ഈ 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസത്തിൽ ഇയാൾ വന്നുകൊണ്ട് എല്ലാം ഏറ്റെടുത്തു എന്ന് വെക്കുക, എന്നാ പിന്നെ ഫസ്ഖിന് അധികാരമില്ല. 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം വന്ന് എല്ലാം ഏറ്റെടുത്ത് അങ്ങ് പോയി. പിന്നീട് 3 ദിവസം പിന്നീട് ഇയാൾ ഭാഗത്തേക്ക് തന്നെ വരുന്നില്ല. എന്നാൽ ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു ഒരു 3 ദിവസവും കൂടി സാവകാശം ചെയ്തു കൊടുക്കണമെന്നാണ്. വീണ്ടും ഈ രൂപത്തിൽ 4 പിണങ്ങിപ്പോയി. ഇനിയും ഇയാള് 6 ദിവസം കഴിഞ്ഞിട്ടും കാര്യങ്ങൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ഇനി 3ാമത് ഒരു അവസ്ഥ കൂടി വിട്ടുകൊടുക്കേണ്ടതില്ല എന്നാണ് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഈ രൂപത്തിലൂടെ സാവകാശം ചെയ്തു കൊടുക്കണം. പക്ഷേ ഇന്ന്
സർക്കാർ തലത്തിലൂടെ ഇന്ന് നമ്മുടെ കോടതിയിലൂടെ നമ്മുടെ രാജ്യത്തിലെ ഒരു നിയമമെന്ന് പറയുന്നത് 15 ദിവസമാണ് മാനദണ്ഡം വെക്കാറുള്ളത്. സാധാരണ പത്രപരസ്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്തിനാ ഈ പത്രപരസ്യം ചെയ്യുന്നത്? ഇയാൾ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വന്നുകൊണ്ട് തന്റേതായിരിക്കുന്ന രക്ഷകർത്തർ ഏറ്റെടുത്തു കൊള്ളട്ടെ എന്നതുകൊണ്ടാണ്. ഈ 15 ദിവസത്തിന്റെ ഇടയിൽ എന്റെയും എന്റെ മക്കളുടെയും കാര്യങ്ങൾ ഇയാൾ ഏറ്റെടുക്കാത്ത പക്ഷം, ഞാനുമായിട്ടുള്ള ഈ ബന്ധം, എന്റെ ചെലവും മറ്റും ഏറ്റെടുക്കാത്ത പക്ഷം ഇയാളുമായിട്ടുള്ള ബന്ധം ഞാൻ വിച്ഛേദിച്ചിരിക്കുന്നു എന്ന് പത്രപരസ്യം ചെയ്യാറുണ്ട്. പക്ഷെ അത് 15 ദിവസം ആണ് സാധാരണ കൊടുക്കാറുള്ളത്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ഫിഖിന്റെ കിതാബിൽ ശാഫിഈ മദ്ഹബിൽ പറയുന്നത് 3 ദിവസമാണ്. വേണമെങ്കിൽ വീണ്ടും 3 ദിവസവും കൂടി കൂട്ടിക്കൊടുക്കുക. എന്നിരിക്കെ ഈ മാനദണ്ഡങ്ങളൊക്കെ ഒത്തുവന്ന സമയത്ത് ഒരു പെണ്ണിന് സ്വയം അങ്ങോട്ട് ഫസ്റ്റ് ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. മറിച്ച് കാളിയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കാളി പറയണം അവളോട് നീ ഫസ്റ്റ് ചെയ്തോ എന്ന് കാളി പറയുമ്പോ ഫസഖ്തു നിക്കാഹ എന്ന ലഫ്ള് കൊണ്ട് തന്നെ ഞാൻ അയാളുമായിട്ടുള്ള നിക്കാഹ് ബന്ധത്തെ ഫസ്ഖ് ചെയ്തു എന്ന പദം കൊണ്ട് തന്നെ ഫസ്ഖ് ചെയ്യണമെന്നാണ് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയത്. ഇത് സാമ്പത്തികമായ ഞെരുക്കവും പ്രയാസവും ഉണ്ടാകുമ്പോൾ നിക്കാഹിനെ ഫസ്ഖ് ചെയ്യേണ്ട ഒരു മാനദണ്ഡമാണ്. പക്ഷെ അവിടെ ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് വേണ്ടി തെംകീൻ ചെയ്തിട്ടില്ല. നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷേ അവിടെ തെംകീൻ ഉണ്ടായിട്ടില്ല. അതിന്റെ മുമ്പ് തന്നെ ഭർത്താവിന്റെ തിരോധാനം ഉണ്ടായി. ഭർത്താവിനെ കാണാനില്ല, ഭർത്താവിനൊരു ബന്ധുവില്ല. ഈ സമയത്ത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ ഫസ്ഖ് ചെയ്യാൻ മാനദണ്ഡമില്ല എന്നുള്ളതാണ്. കാരണം ചെലവ് കിട്ടുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഇവരുടെ മുമ്പിൽ തംകീർ ചെയ്തിട്ടില്ല. ഭാര്യ ഭർത്താവുമായി പരസ്പരം ഒന്നിച്ച് ജീവിക്കേണ്ട സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരിക്കൽ കെടുക്കാത്ത സമയത്ത് ഭർത്താവ് തിരോധാനം നടത്തിയാൽ ഈ സമയത്ത് ഭാര്യക്ക് ഫസ്ഖ് ചെയ്യാൻ അധികാരം ഷാഫി മദ്ഹബിലില്ല. പക്ഷേ മാലിക്കി മദ്ഹബിലെ ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞു, യഥാർത്ഥത്തിൽ അവിടെ അവരൊരു കാലയളവ് നിശ്ചയിച്ചു കൊടുക്കണമെന്നാണ്. മാലിക്കി മദ്ഹബിൽ ഒരു മാസമാണ് കാലയളവ്. ആ ഒരു മാസക്കാലത്തിൽ ഇയാളെ കുറിച്ച് പരിശോധന നടത്താതാണ്. പക്ഷേ പിന്നീട് ഒരു മാസക്കാലത്തിൽ ഇയാളെ കുറിച്ച് ഒരു പരിശോധന ഇല്ലെങ്കിൽ ഒരു പെണ്ണിന് ഫസ്ഖ് ചെയ്യാം എന്നാണ് മാലിക്കി മദ്ഹബിന്റെ നിയമം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസാറ് കൊണ്ട്, സാമ്പത്തിക പ്രയാസം കൊണ്ട്, ഭർത്താവ് ഭാര്യക്ക് ചെലവ് കൊടുക്കാതെ പ്രയാസപ്പെടുത്തുന്നത് ഫസ്ഖ് ചെയ്യേണ്ട അധികാര കാര്യങ്ങളാണ് പറഞ്ഞത്. അതോടുകൂടെ തന്നെ നിക്കാഹിനെ ഫസ്ഖ് ചെയ്യാനുള്ള ഭാര്യക്ക് മറ്റൊരു അധികാരവും കൊണ്ട് 5 ഐബുകൾ മൂലം ഭാര്യയും ഭർത്താവും പരസ്പരം പിരിയാകുന്നതാണ്. ഒന്ന് ജുനൂന്, ഭ്രാന്താണ്. തന്റെ ഭർത്താവ് വലിയ ഭ്രാന്തനാണ്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു, ഇടക്കിടക്കാണ് ഭ്രാന്തുണ്ടാകുന്നത്. അത്ര വലിയ ഭ്രാന്തനൊന്നല്ല, ചങ്ങൽക്കിടാൻ മാത്രമൊന്നും ആയിട്ടില്ല. ഇയാള് ഒരു ലെവല് കുറവാണ്. അതോടുകൂടെ തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു, വലിയ ഇപ്പോഴും ബോധക്ഷയവും അപസ്മാരവും ഇളക്കുള്ള ഒരാളാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ ഭാര്യക്ക് തന്റെ ഭർത്താവുമായിട്ട് പിരിയാകുന്നതാണ് എന്ന് ഇസ്ലാം കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതോടുകൂടെ തന്നെ ജുദാം, കുഷ്ഠരോഗങ്ങൾ, അതുപോലെ തന്നെ ബറസ്, വെള്ളപ്പാണ്ടുകൾ. കുഷ്ഠരോഗം എന്ന് പറയുന്നത് അത് മുസ്തഹക്കമായിരിക്കണം, വലിയ കുഷ്ഠരോഗമാവണം. ശരീരഭാഗത്തിൽ കുഷ്ഠ പിടിച്ചിട്ട് ഒരു ഭാഗങ്ങൾ കറുത്തു പോകുന്നത്, ഇതാണ് ഏറ്റവും വലിയ കുഷ്ഠരോഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെള്ളപ്പാണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നെക്കി നോക്കിയാൽ ആ പാണ്ടുള്ള സ്ഥലത്ത് ചുമപ്പ് വർണ്ണം വരാത്ത ഈ ഇനത്തിലാണ് യഥാർത്ഥത്തിൽ കഠിനമായ വെള്ളപ്പാണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ പാണ്ട് രോഗങ്ങളും അതുപോലെ തന്നെ കുഷ്ഠരോഗങ്ങളുണ്ടെങ്കിൽ ഒത്തുപോവാതിരിക്കുമ്പോൾ പിരിയാകുന്നതാണെന്ന് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതോടുകൂടെ തന്നെ ഭർത്താവ് ലിംഗം പരിപൂർണമായി മുറിക്കപ്പെട്ടവരാണ്. ഒരു ഹസ്ബൻഡിന്റെ കണക്ക് പോലും ലിംഗത്തിൽ നിന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പിന്നെന്തിനാണ് ഈ ഭർത്താവ്? അതുകൊണ്ട് തൽക്കാലം പിരിയാമെന്ന് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത് അവളും മുറിച്ചു കളഞ്ഞതാണ്. എന്തോ ഇവരടുത്ത് വേണ്ട വൃത്തി ഉണ്ടായിട്ട്
അടി അടക്കം ഓളാണ് മുറിച്ച് കളഞ്ഞതാണ്. എന്നാലും ഇനി ഇവർ തമ്മിൽ ബന്ധം പുലർത്താൻ കഴിയൂല, എന്നാൽ വേണ്ടെങ്കിൽ പിരിയാമെന്ന് ധർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിന്റെ ആ ലിംഗഭാഗം കുഴഞ്ഞു പോകുക അതൊരു ന്യൂനതയായി, അയ്ബായി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറഞ്ഞു. എന്തേ ഉദ്ധാരണമില്ലാതെ വരിക? യഥാർത്ഥത്തിൽ ഈ ഉദ്ധാരണമില്ലായ്മ എന്ന് പറയുന്നത് അവർ തമ്മിൽ ബന്ധം പുലർത്തിയതിന് ശേഷമാണോ മുമ്പാണോ ഇതിന് കാര്യമുണ്ട്. ബന്ധം പുലർത്തി അതിനുശേഷം പിന്നെ ഉദ്ധാരണമില്ലായ്മ അത് മാനദണ്ഡമാകുമോ? മാനദണ്ഡമാകുമെന്നാണ്. ഇടക്കൊന്ന് കുഴഞ്ഞു പോയാലും പിന്നീട് സ്ഥിരമായി അങ്ങനെ വന്നാൽ ഒരു പെണ്ണിന് അയ്പ് മൂലം ഭർത്താവിൽ നിന്ന് പിരിയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഇങ്ങനെ ഫസ്ഖ് സംബന്ധമായി വളരെ വിശാലമായ വിഷയങ്ങൾ ഉണ്ടെങ്കിലും ഒരു പെണ്ണിന് ഭർത്താവിൽ നിന്ന്, ഒരു ഭാര്യക്ക് ഭർത്താവിൽ നിന്ന് പിരിയാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വെച്ചുകൊടുക്കുന്ന ഏറ്റവും വലിയൊരു അവകാശമാണ് ഫസ്ഖ് എന്ന് പറയുന്നത്. ഒരു പെണ്ണിന്റെ ബുദ്ധിമുട്ട്, ഒരു പെണ്ണിന്റെ പ്രയാസം യഥാർത്ഥത്തിൽ ഇല്ലായ്മ ചെയ്യുക. എല്ലാവരും നല്ലവരായി ജീവിക്കട്ടെ, വിശാലമായ മനസ്സോടുകൂടെ വളരെ വിശാലമായ ഒരു ചിന്താഗതിയിലേക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യന്റെ ശ്രദ്ധ തെളിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഫസ്ഖ് എന്ന് പറയുന്നതും ഖുൽ എന്ന് പറയുന്നതും. വളരെ വിശാലമായ വിഷയത്തെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ഒരു കവാടം മാത്രമാണ് ഞാൻ തുറന്നത്. നമുക്ക് ചർച്ച ചെയ്യാം, ഇനിയും വിശദമായി ചർച്ച ചെയ്യാം. വലിയൊരു വിഷയാവതരണം തൊട്ടടുത്ത് വരുന്നത് കൊണ്ട് തൽക്കാലം ഞാൻ ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായിരിക്കുന്ന ഈ സദസ്സിൽ നാം ഒത്തുകൂടിയത് നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. പടച്ച തമ്പുരാൻ അവർക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും നമ്മിൽ പങ്കുപോയെങ്കിൽ മാഫ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയെ ഓർക്കുകയാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമക്കുള്ള കാലത്ത് ജാമിഅ ദാറുസ്സലാമിൽ പഠിച്ചതാണ് നമ്മളൊക്കെ. ബഹുമാനപ്പെട്ട ശൈഖുനാ പലപ്പോഴും ദാറുസ്സലാമുമായി ബന്ധപ്പെട്ട് വല്ലാത്ത ബന്ധം പുലർത്തിക്കൊണ്ടാണ് ശൈഖുനാ ലോകത്തോട് വിട പറയുന്നത്. ഇപ്പോഴും മഹാനായ ശംസുൽ ഉലമയുടെ ആ നോട്ടം നമുക്കുണ്ടാകും. മഹാനായ ശൈഖുനാന്റെ തർബിയത്തിൽ ഈമാനോടുകൂടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ശൈഖുനോടുകൂടെ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂടട്ടെ. നന്ദിയിൽ മുസ്ലിയാർ ഈ സ്ഥാപനം ഉണ്ടാവാൻ നിമിത്തമായത് പ്രവർത്തിച്ചത് മഹാനവറുകളാണ്. അവരുടെയും ആഖിറം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സേവനം ചെയ്യുന്ന ഉസ്താദുമാർ അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട മുതഅല്ലിമീങ്ങൾ അല്ലാഹുവിന്റെ ദീൻ നന്നായി പഠിച്ച് സമൂഹത്തിന് സേവനം ചെയ്യാൻ അല്ലാഹു കരുത്ത് പകർന്ന് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.